ക്വസ്റ്റ്യൻ നമ്പർ 26 കോണിക് സെക്ഷൻസിൽ നിന്നുമുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്. എന്താ ക്വസ്റ്റ്യനിൽ പറഞ്ഞിരിക്കുന്നത്? ലെറ്റ് ദ ലാറ്റസ് റെക്റ്റം ഓഫ് ദി ഹൈപ്പർബോള x² / 9 - 5² / b² = 1 സബ്റ്റെൻഡ് ആൻ ആംഗിൾ ഓഫ് π/3 അറ്റ് ദ സെൻറ്റർ ഓഫ് ദി ഹൈപ്പർബോള. അപ്പോൾ ഇനി ഒരു ഹൈപ്പർബോളയുടെ കാര്യമാണ് പറഞ്ഞിരിക്കുന്നത്. സ്റ്റാൻഡേർഡ് ഫോമിലുള്ള ഹൈപ്പർബോളയാണ്. അപ്പോൾ ഞാൻ ഒരു ഹൈപ്പർബോള വരയ്ക്കാം. ഹൈപ്പർബോളയുടെ ട്രാൻസ്വേഴ്സ് ആക്സിസും കോൺജുഗേറ്റ് ആക്സിസും ഒക്കെ വെച്ചു നമുക്ക് ആ ഹൈപ്പർബോള ജസ്റ്റ് ഒന്ന് വരയ്ക്കാം. സ്റ്റാൻഡേർഡ് ഫോമാണ്. അപ്പോൾ അതുകൊണ്ട് ഇത് എക്സ് ആക്സിസും ഇത് വൈ ആക്സിസുമായിട്ട് എടുക്കാം. ഒറിജിൻ മാർക്ക് ചെയ്തു. ദെൻ നമ്മുടെ ഹൈപ്പർബോള. ഓക്കെ, അപ്പോൾ ഇതാണ് നമ്മുടെ ഹൈപ്പർബോള എന്നിരിക്കട്ടെ. ഈ ഹൈപ്പർബോളയുടെ ലാറ്റസ് റെക്റ്റം. അപ്പോൾ ഞാൻ 2 ലാറ്ററ റെക്റ്റ ഉണ്ട് അല്ലേ? ഞാൻ ഒരു ലാറ്റസ് റെക്റ്റം വരയ്ക്കുന്നു. ഇപ്പോൾ ഒരു ലാറ്റസ് റെക്റ്റം ഏതാണ്ട് ഇതാ ഇവിടെ ഞാൻ വരച്ചു. അപ്പോൾ ഇതൊരു ലാറ്റസ് റെക്റ്റമാണ്. ഓക്കെ, നിങ്ങൾക്കറിയാം ഫോക്കസിലൂടെ കടന്നു പോകുന്ന കോഡാണ് അല്ലേ? മാത്രമല്ല ട്രാൻസ്വേഴ്സ് ആക്സിസിന് അതെന്തായിരിക്കണം? പെർപെൻഡിക്കുലർ ആയിരിക്കുകയും വേണം. അതിനെയാണ് നമ്മൾ ലാറ്റസ് റെക്റ്റം എന്ന് വിളിക്കുന്നത്. ഓക്കെ ആണല്ലോ? അപ്പോൾ അങ്ങനെയാണെങ്കിൽ മക്കളെ, ഈ പോയിൻ്റ് എന്ന് പറയുന്നത് ഫോക്കസ് ആയിരിക്കും. ഫോക്കസ് എന്ന് പറയുന്നത് AE,0 ആണെന്ന് നിങ്ങൾക്കറിയാം അല്ലേ? ± AE,0. അപ്പോൾ ഇത് AE,0 എന്ന് പറയുന്ന പോയിൻ്റാണ് ഇതായത്. അപ്പോൾ അതുപോലെ തന്നെ ലാറ്റസ് റെക്റ്റത്തിൻ്റെ ലെങ്ത് എന്ന് പറയുന്നത് 2b² ആണ്. അപ്പോൾ അങ്ങനെയാണെങ്കിൽ മുകളിലേക്ക് b²/a² അല്ലേ? b²/a, താഴേക്ക് b²/a. അങ്ങനെയല്ലേ 2b²/a എന്ന് കിട്ടിയിരിക്കുന്നത്? ലാറ്റസ് റെക്റ്റം 2b²/a, ലെങ്ത് ഓഫ് ദി ലാറ്റസ് റെക്റ്റം. ഓക്കെ ആണല്ലോ? അങ്ങനെയാണെങ്കിൽ ദാ ഈ പോയിന്റിൻ്റെ കോർഡിനേറ്റ്സ് ഒന്ന് പറയാൻ പറ്റുമോ? പി എന്ന് പറയുന്ന പോയിന്റിൻ്റെ അതിൻ്റെ എക്സ് കോർഡിനേറ്റ് എന്ന് പറയുന്നത് AE ആയിരിക്കില്ലേ മക്കളെ? വൈ കോർഡിനേറ്റ് എന്ന് പറയുന്നത് b²/a ആയിരിക്കുമല്ലോ. കാരണം ലാറ്റസ് റെക്റ്റത്തിൻ്റെ പകുതി സെമി ലാറ്റസ് റെക്റ്റം എന്ന് പറയുന്നത് b²/a ആണ്. അപ്പോൾ ആ ഹൈറ്റ് അല്ലേ വൈ കോർഡിനേറ്റ് ആയിട്ട് വരുന്നത്? ഉറപ്പാണ് അല്ലേ? യെസ്. അങ്ങനെയാണെങ്കിൽ താഴെയുള്ളതായി ഈ പോയിന്റ്, അതിനെ Q എന്ന് വിളിച്ചാൽ Q എന്ന് പറയുന്നത് അതേ AE തന്നെയാണ് എക്സ് കോർഡിനേറ്റ്. പക്ഷെ വൈ കോർഡിനേറ്റ് നേരെ നെഗറ്റീവ് ആകും. ഡൗട്ടില്ല അല്ലേ? ക്ലിയർ ആണല്ലോ? യെസ്. ഇനി എന്ത് പറഞ്ഞിരിക്കുന്നു? ഈ ലാറ്റസ് റെക്റ്റം സെൻറ്ററിലേക്ക് സബ്റ്റെൻഡ് ചെയ്തിരിക്കുന്ന ആംഗിൾ. അപ്പോൾ നമുക്കിത് സെൻറ്ററിലേക്ക് ജോയിൻ ചെയ്യാം. അപ്പോൾ ഇങ്ങനെ സെൻറ്ററിലേക്ക് സബ്റ്റെൻഡ് ചെയ്തിരിക്കുന്ന ഈ ആംഗിൾ എന്ന് പറയുന്നത് എത്രയാണെന്ന് അവർ പറഞ്ഞിരിക്കുന്നത്? 60 ഡിഗ്രി ആണെന്നാണ് പറഞ്ഞിരിക്കുന്നത്. ശരിയല്ലേ? π/3 ആണ്. അപ്പോൾ ടോട്ടൽ ആംഗിൾ π/3. അങ്ങനെയാണെങ്കിലേ നമ്മുടെ ഹൈപ്പർബോളയുടെ സിമട്രി വെച്ച് നോക്കുകയാണെങ്കിൽ ഈ പകുതി ആംഗിൾ എന്ന് പറയുന്നത് 30 ഡിഗ്രി ആയിരിക്കുമല്ലോ. ഓക്കെ, അപ്പോൾ ഇതാണ് ഫിഗർ. അപ്പോൾ നോക്കിയൊരു ഹൈപ്പർബോളയുണ്ട്. ഹൈപ്പർബോളയുടെ ലാറ്റസ് റെക്റ്റം സെൻറ്ററിലേക്ക് സബ്റ്റെൻഡ് ചെയ്തിരിക്കുന്ന ആംഗിൾ 60 ഡിഗ്രിയാണ്. അങ്ങനെയാണെങ്കിൽ എന്താ പറഞ്ഞിരിക്കുന്നത്? b² എന്ന് പറയുന്നത് L/m × 1 + √10 ആണെങ്കിൽ L² + m² + n² ആണ് വേണ്ടത്. അപ്പോൾ നമ്മുടെ ജോലി എന്ന് പറയുന്നത് b² കണ്ടുപിടിക്കുക എന്നുള്ളതാണ്. അങ്ങനെ b² കണ്ടുപിടിക്കുമ്പോൾ അവിടെ തന്നിരിക്കുന്ന ഫോമിലായിരിക്കും നമുക്ക് കിട്ടുക. അപ്പോൾ അതിൽ നിന്ന് നോക്കി നമുക്ക് L, M, N ഏതാണെന്ന് മനസ്സിലാക്കാം. എന്നിട്ട് L² + m² + n² കണ്ടുപിടിക്കാം. സോ ശരിക്കും നമുക്കിവിടെ കാൽക്കുലേറ്റ് ചെയ്യേണ്ടത് b² ആണ്. അപ്പോൾ എങ്ങനെ b² എനിക്ക് കാൽക്കുലേറ്റ് ചെയ്യാൻ പറ്റും? അതിനുവേണ്ടി അവിടെ ഇത് R എന്ന് പറയുന്ന പോയിന്റ് ആണെന്നിരിക്കട്ടെ. PRQ എന്ന് പറയുന്ന റൈറ്റ് ആംഗിൾഡ് ട്രയാംഗിൾ കണ്ടോ? PRQ എന്ന് പറയുന്ന റൈറ്റ് ആംഗിൾഡ് ട്രയാംഗിളിൽ നിന്നും എനിക്ക് tan 30 ഡിഗ്രി കണ്ടുപിടിക്കാമല്ലോ അല്ലേ? 30 ഡിഗ്രി എന്ന് പറയുന്നത് ആ റൈറ്റ് ആംഗിൾഡ് ട്രയാംഗിളിലെ ഒരു ആംഗിളാണ്. അപ്പോൾ tan 30 ഡിഗ്രി എന്ന് പറഞ്ഞാൽ ഓപ്പോസിറ്റ് സൈഡ് എന്ന് പറഞ്ഞാൽ ആ ഹൈറ്റ് b²/a ആണല്ലോ, ഡിവൈഡഡ് ബൈ അഡ്ജസൻറ്റ് സൈഡ് നിങ്ങൾക്ക് വളരെ ക്ലിയർ ആണ്, AE ആണ്. അപ്പോൾ ഇത് നമുക്ക് b²/a² എന്നല്ലേ മക്കളെ കിട്ടുക? ഉറപ്പല്ലേ? അപ്പോൾ tan 30 ഡിഗ്രി കണ്ടുപിടിച്ചു. ഓപ്പോസിറ്റ് സൈഡ് ഡിവൈഡഡ് ബൈ അഡ്ജസൻറ്റ് സൈഡ്. ഓപ്പോസിറ്റ് സൈഡ് എന്ന് പറയുന്നത് ഈ ഹൈറ്റ് ആണ്. അത് നമുക്കറിയാം, സെമി ലാറ്റസ് റെക്റ്റം b²/a. അതുപോലെ തന്നെ ഈ ലെങ്ത് എന്ന് പറയുന്നത് സെൻറ്ററും അതുപോലെ ഫോക്കസുമായിട്ടുള്ള ഡിസ്റ്റൻസ് ആണ്. അത് AE ആണെന്ന് നമുക്കറിയാം. അപ്പോൾ b²/a² എന്നല്ലേ കിട്ടിയത്? വിച്ച് ഈസ് ഈക്വൽ ടു b². പക്ഷെ നമുക്ക് തന്നിരിക്കുന്ന ഹൈപ്പർബോളയിൽ a² എന്ന് പറയുന്നത് 9 ആണെന്ന് നമുക്കറിയാമല്ലോ. അപ്പോൾ a² ആയിട്ട് 9 ഇട്ട് കൊടുത്തേക്കാം. 9e എന്ന് കിട്ടും അല്ലേ? അതായത് tan 30 ഡിഗ്രി
അത് 1/√3 അല്ലേ? 1/√3 എന്ന് പറയുന്നത് b²/9e എന്ന് കിട്ടും. അവിടെ നിന്ന് എനിക്ക് b² എന്ന് പറയുന്നത് 9e /√3 എന്നല്ലേ എഴുതാൻ പറ്റുക. വേണമെങ്കിൽ എനിക്കതിനെ 3√3e എന്ന് ആക്കി മാറ്റാൻ പറ്റും. കാരണം 9 എന്ന് പറയുന്നത് 3 × 3 ആണ്. അപ്പോൾ ഒരു 3യും താഴെയുള്ള √3യും തമ്മിൽ കട്ട് ചെയ്താൽ ന്യൂമറേറ്ററിൽ ഒരു √3 വരും. ശരിയല്ലേ? ഞാൻ രണ്ട് സൈഡും സ്ക്വയർ ചെയ്യുന്നു എന്ന് വിചാരിച്ചു. അപ്പോൾ b²ൻ്റെ സ്ക്വയർ b⁴ ആകും. ഇവിടെ 3√3യുടെ സ്ക്വയർ എന്ന് പറയുന്നത് 27 അല്ലേ? ഇയുടെ സ്ക്വയർ e² ആകും. ഇംപ്ലൈസ് b⁴ is 27 ഇൻറ്റു, പക്ഷേ ഹൈപ്പർബോളയുടെ കേസിൽ നിങ്ങൾക്കറിയാം e² എന്ന് പറയുന്നത് 1 + b²/a² ആണല്ലോ. ഹൈപ്പർബോളയുടെ കേസിൽ b² is 1 + b²/a² അല്ലേ? e² നമുക്ക് ഈ രീതിയിലേക്ക് മാറ്റി എഴുതാം. അതെങ്ങനെയാണ് വരുന്നത്? കാരണം ഹൈപ്പർബോളയിൽ നിങ്ങൾക്കറിയാം b² എന്ന് പറയുന്നത് a² × e² - 1 ആണ്. അങ്ങനെയാണെങ്കിൽ ഇവിടെ നിന്ന് b² is a² e² അല്ലെങ്കിൽ എനിക്ക് b²/a² is e² - 1 എന്ന് എഴുതാം. അവിടെ നിന്നാണ് e² 1 + b²/a² എന്ന് എനിക്ക് എഴുതാൻ കഴിയുന്നത്. അപ്പോൾ അത് ഡയറക്റ്റ് ആയിട്ട് പഠിച്ചു വെക്കേണ്ട കാര്യം കൂടിയാണ്. അപ്പോൾ ഇത് നമുക്കൊന്ന് സിംപ്ലിഫൈ ചെയ്താലോ? അപ്പോൾ ഇതിനെ 27 ഇൻറ്റു 1 + b²/a² 9 ആണല്ലോ, വിച്ച് ഈസ് ഈക്വൽ ടു 27 + 3b² എന്നല്ലേ മക്കളെ കിട്ടുക അല്ലേ? മൾട്ടിപ്ലൈ ചെയ്തു. അപ്പോൾ ഇത് നമുക്ക് ഒന്ന് റീഅറേഞ്ച് ചെയ്താൽ എങ്ങനെയാണ് കിട്ടുക? b⁴ - 3b² അല്ലേ -27 = 0. അപ്പോൾ ഇത് b²ലുള്ള ഒരു ക്വാഡ്രാറ്റിക് ആണ് നമുക്ക് കിട്ടിയിരിക്കുന്നത്. നമുക്കിതിനെ ഒന്ന് സോൾവ് ചെയ്യാം. സോൾവ് ചെയ്താൽ എനിക്ക് b²ൻ്റെ വാല്യൂ കിട്ടുമല്ലോ. ഈ b² അല്ലേ നമുക്ക് വേണ്ടത്. അപ്പോൾ b² is equal to -b ± √b² - 4ac 108 വരും അല്ലേ? ഡിവൈഡഡ് ബൈ 2a. ക്ലിയർ ആണല്ലോ? അതായത് 3 ± √117 ഡിവൈഡഡ് ബൈ 2 എന്ന് വരും. അതായത് 3 ± ഈ 117 എന്ന് പറയുന്നത് 9 × 13 എന്ന് എഴുതാം. അപ്പോൾ അങ്ങനെയാണെങ്കിൽ √117 എന്ന് പറഞ്ഞാൽ 3√13 വരില്ലേ മക്കളെ? ഡിവൈഡഡ് ബൈ 2. അപ്പോൾ നമുക്ക് രണ്ട് വാല്യൂസ് കിട്ടി. ഒന്ന് 3 + 3√13/2, അതല്ലെങ്കിൽ 3 - 3√13/2. ഇതിലെന്തായാലും രണ്ടാമത്തെ വാല്യൂ നമുക്ക് പോസിബിൾ അല്ല അല്ലേ? എന്തുകൊണ്ടാണ്? കാരണം അതൊരു നെഗറ്റീവ് നമ്പറാണ്. ഒരു നെഗറ്റീവ് നമ്പർ ഒരിക്കലും b² വാല്യൂ ആകാൻ പറ്റില്ലല്ലോ. b² എന്ന് പറയുന്നത് ബീങ് എ സ്ക്വയർ, അത് ഉറപ്പായിട്ടും എന്തായിരിക്കണം? പോസിറ്റീവ് ആയിരിക്കണം, അല്ലെങ്കിൽ 0 എങ്കിലും ആയിരിക്കണം. ശരിയല്ലേ? നെഗറ്റീവ് നമ്പർ ആകാൻ കഴിയില്ല. അപ്പോൾ b² എന്ന് പറയുന്നത് എന്ത് മാത്രമാണ്? 3 + 3√13 ഡിവൈഡഡ് ബൈ 2 അല്ലേ? 3 കോമൺ എടുത്താൽ 3/2 ഇൻറ്റു 1 + √13 എന്നല്ലേ വരിക? നോക്കിയേ മക്കളെ, ഇതവർ തന്നിട്ടുണ്ട് L/m ഇൻറ്റു 1 + √n. അങ്ങനെയാണെങ്കിൽ ഇത് രണ്ടും കൂടി ഒന്ന് കമ്പയർ ചെയ്ത് നോക്കിയേ. അങ്ങനെ കമ്പയർ ചെയ്താൽ L ആയിട്ട് വന്നിരിക്കുന്നത് 3 അല്ലേ? n ആയിട്ട് m ആയിട്ട് വന്നിരിക്കുന്നത് 2 അല്ലേ? n ആയിട്ട് റൂട്ടിനകത്ത് അവിടെ വന്നിരിക്കുന്നത് 13 അല്ലേടാ? അങ്ങനെയാണെങ്കിൽ നമുക്ക് കണ്ടുപിടിക്കേണ്ടത് എന്താ? L² + m² + n² ആണല്ലോ. അതായത് 9 + 4 + 169 അല്ലേ? ഇതെല്ലാം കൂടെ ആഡ് ചെയ്താൽ നമുക്ക് 182 എന്നാണ് ആൻസർ കിട്ടുക. അപ്പോൾ അങ്ങനെയാണെങ്കിൽ ഇവിടുത്തെ ഫൈനൽ ആൻസർ എന്ന് പറയുന്നത് 182 ആയിരിക്കും. ഓക്കെ ആണോ?